ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാനായി കഴിഞ്ഞ 15 ദിവസത്തെ ഒളിവ് ജീവിതം കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ വന്നു, വോട്ട് രേഖപ്പെടുത്തി മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ വലിയൊരു പച്ചക്കൊടിയാണ് രാഹുലിന് കാണിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. കേരള സംസ്ഥാനം തന്നെ തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ സമ്പന്ന നേതാക്കന്മാർ അതിലൊരു അനുകൂല നിലപാടെടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കുട്ടൻ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് ഭയന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ തന്നെ വലിയ വിവാദമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഈ ശ്രീലമ്പടന്മാർ എന്ന് മുഖ്യമന്ത്രി നടത്തിയ പദപ്രയോഗം. ശ്രീലമ്പടന്മാരെ പിന്നെ അങ്ങനെയല്ലാതെ പിന്നെ വേറെ ഏത് പദപ്രയോഗം നടത്താൻ വേണ്ടി പറ്റുന്നത്? അത് വളരെ മിനിമം വാക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത്. അപൂർവങ്ങളായി മാത്രമേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സഹികെട്ട് ഉപയോഗിക്കേണ്ടി വന്നതാണ്. ഇപ്പോൾ ഈ സോളാർ വിഷയം നമുക്കറിയാമല്ലോ. അതിലെ ഇരയെ സംബന്ധിച്ചിടത്തോളവും ആ ഇര വെളിപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരുപാട് ചർച്ചയും കേസും കോടതിയും ഒക്കെ വന്നിട്ടുള്ളതാണല്ലോ. പക്ഷേ അവിടെ കോടതിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ ആ ഇരയുടെ സ്ഥിതി എന്താണെന്നറിയാം. ഒരു മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ കോൺഗ്രസിൻ്റെ സംസ്കാരം എന്താ? കോൺഗ്രസ്സുകാർ ആരൊക്കെ എന്തൊക്കെ നിഷേധിച്ചാലും തിരുവനന്തപുരത്തുകാരായ ഞങ്ങൾക്കൊക്കെ അറിയാം ആരൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് ആ ഇരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളവരെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇന്ന് വളരെ അവശ്യ നിലയിലാണ്. മനസാക്ഷി ഉണ്ടെങ്കിലും മരുന്ന് വാങ്ങാനുള്ള കാശെങ്കിലും അവർ കൊടുക്കേണ്ടതാണ്. യൂസ് ആൻഡ് ത്രോ നിലപാടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു യൂസ് ആൻഡ് ത്രോ നിലപാടെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും കോൺഗ്രസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കെല്ലാം കറക്റ്റ് വാക്കുകൾ തന്നെയാണ്. ഈ KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ അതിജീവിതയുടെ പരാതി അതൊരു വെൽ സ്ക്രിപ്റ്റഡ് എന്ന രീതിയിലാണ് അതിനെ അധിക്ഷേപിച്ചത്. അതൊക്കെ അവരുടെ സംസ്കാരമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിന് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുകയായിരിക്കും നല്ലത്.